നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ഷഷ്ടി ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടു. ഞാൻ രാത്രി പോയി, പകൽ പോയില്ല. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതു വന്നു. പിന്നെ വീട്ടിലെ പണികളൊക്കെ ചെയ്തു. കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഊണ് കഴിച്ചപ്പോൾ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇന്നലെ ഉണ്ടാക്കിയത് പായസമാണ് കേട്ടോ. ഇത്ര പെട്ടെന്ന് പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്നൊരു പായസം വെക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ആ പായസമാണ് ഞാൻ ഇന്ന് കാണിക്കണത് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ ഉണ്ടാക്കി നോക്കൂ, എന്തൊരു സ്വാദാണെന്നറിയോ. അതുപോലെ തന്നെ നല്ല വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾ ഉണ്ടാക്കിയില്ല ഒരു പക്ഷേ കേട്ടോ, എങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയത് നോക്കിക്കോളൂ കേട്ടോ. നമ്മളിത് പായസം വയ്ക്കാൻ പോകാം കേട്ടോ. ഈസ്റ്റേൺ സേമിയ പായസമാണ് കേട്ടോ ഇത് ഉണ്ടാക്കേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. അതായത് 1.5 ലിറ്റർ പാല് തിളപ്പിച്ചിട്ട് ഇത് പായസത്തിൻ്റെ മിക്സാണ് കേട്ടോ, സേമിയ മിക്സാണ്. അപ്പോൾ ഇതിൽ മധുരവും അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്, അണ്ടിപ്പരിപ്പ് എല്ലാം, മുന്തിരി എല്ലാ സാധനം ഉണ്ട് ഇതിലെന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് വെക്കണതാ. അപ്പോൾ എനിക്കിത് വെക്കുമ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ വീഡിയോ പിടിക്കാമെന്ന് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഈസ്റ്റേൺ സേമിയ മിക്സ് പായസം. ഈസ്റ്റേൺ സേമിയ പായസം മിക്സാണത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഞാൻ അതിനായിട്ട് 1.5 ലിറ്റർ പാല് ഇതേ അടുപ്പത്ത് വച്ചിക്കണു. കണ്ട തിളച്ചോ? ആ, പാല് തിളച്ചു കേട്ടോ നന്നായിട്ട്. അപ്പം നമുക്ക് ഇനി ഇടാം അല്ലേ? അപ്പം എടുത്തിട്ട് ഞാനിത് ഇടാൻ പോകണ നോക്കിക്കോളട്ടോ. ഞാനിത് ആദ്യമായിട്ട് കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഇതിലേക്ക് ആഹാ നോക്ക്, കണ്ട പായസം ഉണ്ട്, പഞ്ചസാര അല്ല പായസം സേമിയുണ്ട്, പഞ്ചസാര ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയൊക്കെ എല്ലാം ഉണ്ട് അല്ലേ? ഓ, പിന്നെ ഇടാൻ പോവാട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? ആ, അതേ അണ്ടിപ്പരിപ്പൊക്കെ കണ്ടിട്ടാ. ഇത് ഞാൻ കണ്ടിട്ടില്ലേ. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ വറുത്ത് നെയ്യിൽ വറുത്ത് അറിയണ്ടല്ലോ. രസമാണ് പരിപാടിയാണല്ലോ. ഉള്ളിക്കാണിക്കന്നെ എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരി കിടക്കണുണ്ടോ? ഇത് നന്നായിട്ട് ഒരു 20 മിനിറ്റ് നേരം തിളക്കണം. എന്താ പറഞ്ഞത്, 20 മിനിറ്റ് നേരം തിളക്കട്ടെ. തിളച്ചതിന് ശേഷം ഓഫാക്കി. 20 മിനിറ്റാണ് പറഞ്ഞേക്കണതേ അവർ. സമയം നോക്കിയോ? അപ്പം ഇതങ്ങനെ തീ അധികം കത്തിക്കണ്ട കേട്ടോ. സാധാരണ കുറച്ച് കത്തിയാൽ മതി, പതുക്കനായാൽ മതി. 20 മിനിറ്റ് തിളച്ച് വേവണം. അങ്ങനെ ഇതാ പായസം റെഡി ആയിട്ടോ. ഒരു കളറില്ലേ, ചുവപ്പ് കളർ. ആ, നിന്നെ പിടിച്ചു കേട്ടോ. പാല് തിളച്ചിട്ട് സേമിയ ഇട്ടു. പിന്നെ 20 മിനിറ്റോളം തിളപ്പിച്ചപ്പോൾ പായസമായി. ഗ്ലാസ്സിൽ പകർത്താം. നല്ല രസമുള്ള പായസം കേട്ടോ. നോക്കൂ, ഇതൊരു 10 പേർക്ക് കഴിക്കാനുള്ള പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി പായസം. ഉണ്ടാക്കാത്തവരുണ്ടാക്കിക്കോളൂ കേട്ടോ. ഇത് ഈസ്റ്റേൺ സേമിയ പായസം.